Okay, electric field and potential. We have two elementary charges, plus Q charge and minus Q charge. Equation the force between these two charges. And the force between two charges will be proportional to product of the charges and inversely proportional to square of the distance between them. Okay. The equation is F is equal to 1 by 4 by epsilon 0 Q1 Q2 by R square. F is equal to 1 by 4 by epsilon 0 Q1 Q2 by R square. It is epsilon 0. What is epsilon 0? What is epsilon 0? Permittivity of resistivity. Yes, permittivity. Permittivity of free space. Epsilon 0. And small letter r is small letter r. Distance. Small letter r is, yeah, distance between these two charges. Yes. Okay. Then ഇതിൽ 1 by 4 pi epsilon 0 എന്നതിന്റെ വാല്യൂ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? 1 by 4 pi epsilon 0. 9 into 10 raised to 9. Very good. 9 into 10 raised to 9. 1 by 4 pi epsilon 0 is equal to 9 into 10 raised to 9. നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് എൻട്രൻസ് പഠിക്കുന്നതാണ് നല്ലത്. ചെയ്ത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ 1 by 4 pi epsilon 0 വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. Then what is electric field? Electric field. It is the space around a charge where another charge can experience a force of attraction or repulsion. അറിയാലോ അല്ലെ? ഒരു ചാർജ് നമ്മൾ സ്ഥലത്ത് വെക്കുന്നു, മറ്റൊരു ചാർജിനെ അതിനടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എവിടെ തൊട്ടാണോ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷനോ ഫീൽ ചെയ്യാം, ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ്. So the equation to calculate electric field is 1 by 4 pi epsilon 0 by r square. ഏത് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കുന്നത് ആ ചാർജിന്റെ വാല്യൂ, ഓക്കെ, Q, സോഴ്സ് ചാർജ് എന്നൊക്കെ നമ്മൾ പറയും. Then what is the equation that relates force and electric field? ഫോഴ്സിനെയും ഇലക്ട്രിക് ഫീൽഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതായിരിക്കും? QE. Force is equal to QE. Yeah, force is equal to QE. F is equal to QE. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഒരു ടേം ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. പക്ഷെ അധികം കുട്ടികൾക്കെങ്കിലും ഒരു സംശയം തോന്നുന്ന ഒരു ടോപ്പിക് ആണത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരുന്നു? ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇലക്ട്രിക് ഫ്ലക്സ് is equal to electric flux phi is equal to yes, integral E dot ds. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്നതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാം. ഇലക്ട്രിക് ഫ്ലക്സ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, അതുകൂടാതെ ഒരു ഗോസ് ലോ പറയുന്നുണ്ട്, ഇലക്ട്രിക് ഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായിരുന്നു ഗോസ് ലോ? ഗോസ് ലോ Q by epsilon 0. Yeah, Q by epsilon 0. Electric field on a closed surface will be equal to 1 by epsilon 0 times the charge enclosed. അതായത് 1 by epsilon 0 into Q. അല്ലേ? 1 by epsilon 0 Q. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ Q by epsilon 0 അങ്ങനെ നമുക്ക് പറയാം. Then ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്യാട്ടോ എല്ലാവരും. ഇക്വേഷൻസ് മാത്രം ഒന്ന് എഴുതിയെടുക്കുക, നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യം വരും, അതുകൊണ്ടാണ്. Then നെക്സ്റ്റ് എന്ന് പറയുന്നത് what is electric field lines? Electric field lines. ഇപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഞാൻ ഇവിടെ വെച്ചിരുന്നു. ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്
എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ഔട്ട്വേർഡ്. കണ്ടു ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്? ആക്ച്വലി അതൊക്കെ ഇമാജിനറി ലൈൻ പ്ലസ് ചാർജ് ആണെങ്കിൽ, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ് ആയിട്ടാണ് വരയ്ക്കുക, എവേ ഫ്രം ദ ചാർജ്. അതേസമയം ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ, if we have a negative charge, electric field lines will be towards the charge, towards, like this. Okay, and we all know like charges repel and unlike charges then they will attract. Okay, കുറച്ച് ടേമുകളൊക്കെ മനസ്സിലേക്ക് വരാനാണ് ഇതൊക്കെ പറഞ്ഞത്. നേരിട്ട് കുറച്ച് നാളായല്ലോ പഠിച്ചിട്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? വാട്ട് ഇസ് ഇലക്ട്രിക് ഡൈപോൾ? Electric dipole is two equal and opposite charges separated by Yes. distance. small distance. Yeah, correct. Two equal and opposite charges separated by a small distance is called electric dipole. A dipole, ആ വേർഡിൽ തന്നെ ഉണ്ട് അല്ലേ? Two poles, two equal and opposite charges. ഈ കാര്യവും മറക്കരുത്. Two equal and opposite charges separated by a small distance is called an electric dipole. For dipole ഉണ്ടെങ്കിൽ obviously dipole moment can be calculated. The equation to calculate dipole moment is yeah, Q yes, into yes, QAQ or Q into 2A. Very good. Here it is. P is equal to Q into 2A. നിങ്ങൾ എല്ലാവരും P എന്ന ലെറ്റർ തന്നെയല്ലേ പഠിച്ചിരിക്കുന്നത് ഡൈപോൾ മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്? ഓക്കെ, അത് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ മാറാറുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. P എന്ന ലെറ്റർ ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുക. ഡൈപോൾ മൊമെന്റ് P is equal to Q into 2A. നെക്സ്റ്റ് ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ. ഒരു ഡൈപോളിന്റെ ഒരു ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും? ആരുടെയോ മൈക്ക് അൺമ്യൂട്ട് ആയിട്ട് എടുക്കാന്ന് തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്തേ എല്ലാവരും. ചെറുതായിട്ടൊരു ഡിസ്റ്റർബൻസ് കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ. ആക്സിയൽ പോയിന്റ്, എന്താണ് ഈ ആക്സിയൽ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇഫ് ഈ കാണിച്ചിരിക്കുന്നതാണ് ഡൈപോൾ എങ്കിൽ യെസ്, ഇതിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഇതിന്റെ നടുവിലൂടെ വരുന്ന ആ ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് പറയാം. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വേണമെങ്കിൽ ആയിക്കോട്ടെ. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഏതാ? ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഡെറിവേഷനിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും അത് ഓൾമോസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചതാണ് +2. So the equation to calculate electric field at an axial point is given by E is equal to 1/4πε0 2p by r3. P എന്താന്ന് മറക്കരുത്. P is dipole moment, അതായത് Q into 2A. ഓക്കെ, പെട്ടെന്ന് P ഒക്കെ മൊമെന്റം എന്നൊക്കെ മനസ്സിൽ വരും, അതുകൊണ്ടാണ് പറയുന്നത്. P ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. ഫിസിക്സിലുള്ളൊരു ചെറിയൊരു പ്രോബ്ലം അതാണ് അല്ലെ. സെയിം ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ T യൂസ് ചെയ്യും, ടോർക്കിനെ റെപ്രസെന്റ് ചെയ്യാനും ചില സമയങ്ങളിൽ T യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് എഴുതി പഠിക്കണം കേട്ടോ. P എന്ന് പറയുന്നത് ഇവിടെ ഡൈപോൾ മൊമെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ഇക്വറ്റോറിയൽ പോയിന്റ്. അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 1/4πε0 P by R. Yes, electric field will be equal to 1/4πε0 P by R cube. അതായത് ഏകദേശം ഈ ഒരു പോയിന്റ് ഒക്കെ അല്ലെ, ഏത് പോയിന്റ് വേണേലും എടുക്കാം നമുക്ക്.
ഇതാണ് പോയിന്റ് എങ്കിൽ ഈ ഒരു പോയിന്റിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് E is equal to 1/4πε0 P/r³. ക്ലിയർ ആണല്ലോ? ദെൻ നിങ്ങൾ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ആക്ച്വലി പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ രണ്ട് കേസും ഒന്ന് ആക്സിയൽ പോയിന്റും ഇക്വേഷൻ വരുന്നത് ഇക്വറ്റോറിയൽ പോയിന്റും ആണ് അല്ലെ? ആക്സിയൽ പോയിന്റ് ആൻഡ് ആൻ ഇക്വറ്റോറിയൽ പോയിന്റ്. ഇനി ഇത് രണ്ടും അല്ലാതെ ഏതെങ്കിലും ഒരു ജസ്റ്റ് മറ്റൊരു പോയിന്റ് മേക്ക് ആൻ ആംഗിൾ തീറ്റ. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത് എന്ന് കരുതുക. ഇവിടെ ഒരു തീറ്റ ആംഗിൾ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിനും ഒരു ഇക്വേഷൻ ഉണ്ട്. ആക്സിയൽ പോയിന്റും അല്ല, ഇക്വറ്റോറിയൽ പോയിന്റും അല്ല. ഓക്കെ, ഈ ടൈമിൽ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് 1/4πε0 P/r³ √3 cos² θ + 1. എല്ലാവരും ഈ ഇക്വേഷൻ എഴുതിയെടുക്കുക. ആക്സിയൽ പോയിന്റ്, ഇക്വറ്റോറിയൽ പോയിന്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അത് എഴുതാം, സിമ്പിൾ ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പക്ഷെ ഈ രണ്ട് പോയിന്റ്സും അല്ലാതെ മറ്റേതെങ്കിലും ഒരു പോയിന്റ് തീറ്റയുടെ വാല്യൂ തന്ന് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. ആ സമയത്ത് ഡിറൈവ് ചെയ്യാന്നൊക്കെ വെച്ചാൽ ഒരുപാട് ടൈം പോകും. അതുകൊണ്ട് ഈ ഇക്വേഷൻ പഠിക്കാം. T is equal to 1/4πε0 P/r³ √3 cos² θ + 1. ഇക്വേഷൻ എഴുതിയല്ലോ അല്ലേ? നെക്സ്റ്റ് സിമ്പിൾ കേസസ് ആണ്. ടോർക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പ്രഷൻ ടോർക്ക് is equal to P ക്രോസ് E. ടോർക്ക് is equal to P ക്രോസ് E. എന്തായിരുന്നു P? ഡൈപോൾ മൊമെന്റ്. Okay, P is the dipole moment. E is the electric field. Then ക്രോസ് പ്രൊഡക്റ്റിനെ എഴുതുമ്പോൾ എങ്ങനെയാ വരിക? PE sin θ അല്ലെ? ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും അറിയാലോ അല്ലെ? ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ that is PE sin θ, where θ is the angle between P and E. ഡൈപോൾ മൊമെന്റിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് θ. ഓക്കെ, ദെൻ വർക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പ്രഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. വർക്ക് കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? വർക്ക് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വർക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ QV എന്നാണ്. വർക്ക് is equal to QV. വർക്ക് is equal to QV. Q is the charge, V is the potential. Q എന്ന് പറയുന്നത് ചാർജ്, V is the potential. നോർമലി ക്യാപിറ്റൽ ലെറ്റർ V എഴുതുന്നത്, ക്യാപിറ്റൽ ലെറ്റർ V നമ്മൾ സാധാരണ എഴുതുന്നത് വോൾട്ടിനാണ്, പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യാനാണ്. സ്മോൾ ലെറ്റർ V ആണ് വെലോസിറ്റിക്ക് യൂസ് ചെയ്യുക. ഓക്കെ, QV എന്ന എക്സ്പ്രഷനിൽ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ്. പെട്ടെന്ന് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ V വെലോസിറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കാം. എപ്പോഴും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക QV എന്നതിലെ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ്. നെക്സ്റ്റ് ഇക്വേഷൻ ചാർജ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു എക്സ്പ്രഷൻ ആണ് Q is equal to NE. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് എന്ന ഒരു കാറ്റഗറിയിൽ പഠിക്കുന്ന ഒരു സെക്കൻഡ് ലോ ആണിത്. ചാർജ് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ? Q is equal to NE. ആക്ച്വലി ഇവിടെ പ്ലസ് ഓർ മൈനസ് NE എന്ന് എഴുതുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആവുക. Q equal to പ്ലസ് ഓർ മൈനസ് NE അങ്ങനെ എഴുതണം. അതാണ് പെർഫെക്റ്റ് ഇക്വേഷൻ. N is the N എന്താണ്? What is N? Integers അല്ലെ? Just numbers 1 2 3 integer numbers ആണ് N. Small letter E. Small letter E is നമുക്ക് chat box യൂസ് ചെയ്യാം കേട്ടോ. Small letter E is 1.6 into 10 raised to minus 9. Yes, 1.6 into 10 raised to minus 19
19 യൂണിറ്റും കൂടെ ഒന്ന് ഓക്കെ. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലെ, ഇലക്ട്രോണിന്റെ ചാർജ് ആണത്. 1.6 × 10⁻⁹ കൂളംസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് ഒക്കെ എല്ലാവരും എഴുതി പ്രോബ്ലത്തിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് വെച്ച് നമുക്ക് പ്രോബ്ലം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following is the unit of electric field intensity? Electric field intensity-യുടെ എക്സ്പ്രഷൻ എഴുതാനാണ്, സോറി എക്സ്പ്രഷൻ അല്ല, അതിന്റെ യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വോൾട്ട് ഇൻറ്റു മീറ്റർ, വോൾട്ട് പെർ ജൂൾ, വോൾട്ട് ഇൻറ്റു ജൂൾ, ദെൻ വോൾട്ട് പെർ മീറ്റർ. ഏതായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഓപ്ഷൻ ഡി നീരജ്. നീരജ് ആണ് ഓപ്ഷൻ ഡി ആദ്യം പറയുന്നത്. ഓക്കെ, കുറെ പേർക്ക് ഡി എന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഈ ഡി ഓപ്ഷൻ വരാനായിട്ടുള്ള റീസൺ എന്താ? നിങ്ങൾ ഏത് ഇക്വേഷൻ ആണ് എടുത്തത്? ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ഇത് പഠിച്ചിട്ടതാണോ? വോൾട്ട് പെർ മീറ്റർ നേരെ ആര്യ വോൾട്ട് മീറ്റർ എന്ന് എഴുതിയിട്ടുള്ളൂ. dV by dr. Yeah, electric field is equal to dV by dr. Very good, Sridhar. That is, electric field E is equal to minus dV by dr. വളരെ ഇമ്പോർട്ടന്റ് ആണ്. B എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട്. ദെൻ പെർ ഡിസ്റ്റൻസ്, D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, നമ്മളെ എക്സാമിൽ ഇരിക്കുമ്പോഴാണ് ഇത് വോൾട്ട് ഇൻറ്റു ഡിസ്റ്റൻസ് ആണോ അതോ വോൾട്ട് പെർ മീറ്റർ ആണോ എന്ന് സംശയം വരാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When the distance between two charged particles is halved, the Coulomb force between them is. ചെയ്തു നോക്കൂ. When the distance between two charged particles is halved. So first തന്നെ Coulomb's law എഴുതുക. ഫസ്റ്റ് തന്നെ കൂളം ലോ, അതായത് F is equal to 1/4πε0 Q1 Q2 by R² എന്ന എക്സ്പ്രഷൻ എഴുതുക. അതിനുശേഷം ഡിസ്റ്റൻസ് ഹാഫ് ആകുമ്പോൾ what will happen? മെയിൻ ആയിട്ടും രണ്ട് ആൻസേഴ്സ് ആണ് ചാറ്റ് ബോക്സിൽ വരുന്നത്. ദാറ്റ് ഇസ് ബി ആൻഡ് ഡി. എന്തൊരു മാച്ചിങ് ആണല്ലേ, 1/4 and 4 times. ഡബിൾ ആവുന്ന ഒരു ആൻസർ വന്നു. ഇപ്പൊ ബി സി ഡി മൂന്ന് ഓപ്ഷനിലാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എനിവേ കൂടുതൽ കുട്ടികൾക്കും ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നോക്കാം എങ്ങനെ ചെയ്യാം. We know that the expression to calculate force between any two charges is 1/4πε0 Q1 Q2 by R². ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നു the distance is halved. അതായത് ആറിന്റെ വാല്യൂ, ആ സ്മോൾ ലെറ്റർ ആർ, അത് ഹാഫ് ആക്കാന്ന് വെച്ചാൽ R/2. അങ്ങനെയല്ലേ വരിക? ആർ എന്ന ആ ഒരു സ്പേസിൽ നമ്മൾ R/2 എന്ന് എഴുതണം. കണ്ടോ, എഫ് ഡാഷ്. ഞാനിപ്പോ ജസ്റ്റ് എഫ് ഡാഷ് എന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R/2 the whole square. R/2 whole square. ഇനി ജസ്റ്റ് അതൊന്ന് സ്പാൻഡ് ചെയ്ത് പറയൂ. R/2 whole square എന്ന് വെച്ചാൽ എത്രയാ? അത് R² ഡിവൈഡഡ് ബൈ 2². ശരിയല്ലേ? 1/4πε0 Q1 Q2 by ഇവിടെ R² ഡിവൈഡഡ് ബൈ 4² എന്ന് വരും. ഒരു ഡബിൾ ഡിവിഷൻ ആണ് വരിക. അതുകൊണ്ട് ആ ഡിവൈഡഡ് ബൈ 2² ബൈ 4 ന്യൂമറേറ്ററിലേക്ക് ആയിരിക്കും വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 1/4πε0 Q1 Q2 by R² by 4. അപ്പൊ എന്താ വന്നു? രണ്ട് പ്രാവശ്യം ഡിവിഷൻ വന്നു അല്ലേ? സോ ആ ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് ആക്ച്വലി
ന്യൂമറേറ്ററിലേക്കായിരിക്കും വരിക. ഡബിൾ ഡിവിഷൻ കഴിഞ്ഞ് വരുന്ന ക്വാണ്ടിറ്റി അതേതോ അത് ന്യൂമറേറ്ററിനുള്ളതാണ്. ഓക്കെ, സോ ഇതിലെ 1/4πε0 Q1 Q2 by R square എന്ന ഈ ഒരു ടേം ആണ് F. സോ F ഡാഷ് എന്തായി? F ഡാഷ് വിൽ ബി ഈക്വൽ ടു F into 4 അഥവാ 4 ടൈംസ്. ആൻസർ ഏതാണ്? ആൻസർ വിൽ ബി ഡി. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ, 4 ടൈംസ്. ഓക്കെ, to the next question. ഇതിലധികം സംശയം ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ആൻസർ മരങ്കേരി. ആരുടെയോ മൈക്ക് അൺമ്യൂട്ട് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു F dash is equal to F into 4 times down. 4 times. Option D ആണ് correct answer. On to the next question. In the SI system, the unit of epsilon is. എപ്സിലോണിന്റെ യൂണിറ്റ് എന്തായിരിക്കും? എപ്സിലോൺ വരുന്ന ഏത് ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. എപ്സിലോൺ വരുന്ന ഏത് ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും ചെയ്തു നോക്കുക. ഇതിൽ ഏത് ആൻസർ ആണ് കിട്ടുന്നത് നോക്കാം. ഫ്രീ ടൈമിൽ നിങ്ങൾ ചാറ്റ് ബോക്സ് വേണ്ട യൂസ് ചെയ്യാൻ. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഓപ്ഷൻ എയും ബിയും വരുന്നുണ്ട് അല്ലെ? എ എന്ന ഓപ്ഷനും ബി എന്ന ഓപ്ഷനും ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എല്ലാവരും തന്നെ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാട്ടോ. നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക, എന്നാലും ഇത് മനസ്സിലാവും. ഇതൊന്നും നമുക്ക് ജസ്റ്റ് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇക്വേഷൻസ് ഒക്കെ ബൈഹാർട്ട് ചെയ്യാം, അല്ലാതെ എല്ലാതിന്റെയും യൂണിറ്റ് ഒക്കെ ബൈഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇക്വേഷൻ നമുക്കറിയാം, F is equal to 1/4πε0 Q2 by R square നമ്മുടെ കൂളം ഇക്വേഷൻ, അത് കൂളംസ് ലോ. ഇതിലെ ആ എഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഫോഴ്സിനെയും എപ്സിലോൺ സീറോനെയും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് നോക്കൂ. എപ്സിലോൺ സീറോ ഓൾറെഡി ഡിനോമിനേറ്ററിലാണുള്ളത്. സോ അതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അല്ലെ, എപ്സിലോൺ സീറോ ഡിനോമിനേറ്റർ ടേം ആണ്. സോ അതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് ആയിരിക്കും വരിക. ഓക്കെ, അതുപോലെ ഫോഴ്സ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് ആയിരിക്കും പോവുക അല്ലെ. സോ എപ്സിലോൺ സീറോ ഈക്വൽ ടു 1/4πf Q1 Q2 by R square. 1/4πf Q1 Q2 by R square. പിന്നെ ജസ്റ്റ് നിങ്ങൾ യൂണിറ്റുകൾ നോക്കി പറഞ്ഞാൽ മതി. Q1 Q2 പ്രൊഡക്റ്റ് ആണ്. Q എന്ന് വെച്ചാൽ ചാർജ്, ചാർജിന്റെ യൂണിറ്റ് കൂളം. സോ പ്രൊഡക്റ്റ് ആവുമ്പോൾ എന്താവും? കൂളം ഇൻറ്റു കൂളം മീൻസ് ഇറ്റ്സ് കൂളം സ്ക്വയർ. ന്യൂമറേറ്ററിൽ കൂളം സ്ക്വയർ. ഇനി ഡിനോമിനേറ്റർ നോക്കുക. There we have 4π. 4π is a constant. അതിന് യൂണിറ്റ് ഒന്നുമില്ല. Then force. Unit of force is Newton. Then R square. R square means distance in the square. So distance in the unit നമുക്കറിയാം, അത് മീറ്റർ ആണ്. So our answer will be Coulomb square per Newton meter square. Option A. എപ്സിലോൺ സീറോന്റെ യൂണിറ്റ് വരിക കൂളം സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും കേട്ടോ, നിങ്ങൾ യൂണിറ്റ് കാണാനുള്ള എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചെയ്തു നോക്കുക.
എസ്പെഷ്യലി ഈ എപ്സിലോൺ സീറോ, അതുപോലെ മ്യൂ സീറോ, കൈ തുടങ്ങിയതിന്റെ ഒക്കെ യൂണിറ്റ് കാണുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്യേണ്ടി വരിക. കുറച്ച് എന്താ ക്വസ്റ്റ്യൻ കുറച്ച് വലുതായിട്ട് തോന്നുന്നു, ബട്ട് ഈസി വൺ ആണ്, അറ്റൻഡ് ചെയ്ത് നോക്കാം. Two small spheres carry charges +3 coulomb and -12 coulomb respectively. The charges are at a distance apart. So distance തന്നിട്ടില്ല, note that. The force they exert on one another is അതായത് +3 coulomb and -12 coulomb ഇടയിലുള്ള force. That force is given as F1. Value തന്നിട്ടില്ല, just F1 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. The spheres are made each other and separated to the same distance. എന്താ ചെയ്തത്? ഈ രണ്ട് സ്ഫിയേഴ്സിനെയും, ഈ +3 കൂളം ഉള്ളതും -12 കൂളം ചാർജ് ഉള്ളതുമായ രണ്ട് സ്ഫിയേഴ്സിനെയും നമ്മൾ അടുത്ത് കൊണ്ടുവന്നു. They made each other and separated to the same distance. Okay, same distanceലേക്ക് പിന്നെ സെപ്പറേറ്റ് ചെയ്തു. The force they exert on one another now is F2. അങ്ങനെയാണെങ്കിൽ F1 ആ റേഷ്യോ ആണ് ചോദ്യം. F1/F2 കണ്ടുപിടിക്കണം. +3 കൂളമ്പും -12 കൂളമ്പും ആയിരുന്നു. അറ്റ് ദാറ്റ് ടൈമിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, ശരിയല്ലേ? +3 കൂളം ആൻഡ് -12 കൂളം. അറ്റ് ദാറ്റ് ടൈം ദ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു, ചെയ്ത് നോക്കൂ, കുറച്ച് ടൈം തരാം, അറ്റൻഡ് ചെയ്ത് നോക്കൂ. ഓപ്ഷൻ ആരും ആൻസർ വന്നിട്ടില്ല. ചാർജസ് തന്നിട്ടുണ്ടല്ലോ, സോ നമുക്ക് അത് വെച്ച് still F1 equal to 1/4πε0 3 into -12 divided by r square. അങ്ങനെ എഴുതാം. F1 അല്ലെ, ഇങ്ങനെ F1 will be equal to 1/4πε0 3 into -12 divided by r square. അത് നമുക്ക് എഴുതാം. Then ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? The two spheres touch each other and then separated. നമുക്കൊന്ന് പറയാൻ പറ്റുമോ, ഇങ്ങനെ രണ്ട് സ്ഫിയേഴ്സിനെ അടുത്ത് കൊണ്ടുവന്ന് അവര് കോണ്ടാക്ട് ആക്കിയതിന് ശേഷം തിരിച്ചു കൊണ്ടുപോയി, അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കാം? ഒരു സ്ഫിയറിന്റെ ചാർജ് +3 ആയിരുന്നു, അടുത്ത സ്ഫിയറിന്റെ ചാർജ് -12 ആയിരുന്നു. ഇവർ രണ്ടുപേരും കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് പോസിറ്റീവ് ചാർജ് ആണ്, മറ്റേതിന് നെഗറ്റീവ് ചാർജ് ആണ്. അവർ കോണ്ടാക്റ്റിൽ വരുമ്പോൾ എന്താ ഉണ്ടാവുക? ചാർജ് ഷെയർ ചെയ്യും. ഈക്വലി ഷെയർ ചെയ്യും. വെരി ഗുഡ്, ഈക്വലി ഷെയർ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോ ഒരു സ്ഫിയറിന് +3 കൂളം, നെക്സ്റ്റ് സ്ഫിയറിന് -12 കൂളം. അത് ഈക്വലി ഷെയർ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും എത്രയായിരിക്കും വരിക? ഓരോ സ്ഫിയറിന്റെയും ചാർജ് എത്രയായിരിക്കും? We can calculate that charge by this equation plus Q2 by കോണ്ടാക്ട് ശേഷം നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോഴുള്ള ചാർജ്, ഓരോ സ്ഫിയറിനും ഇപ്പോഴുള്ള ചാർജ് എന്ന് പറയുന്നത് will be equal to ചാർജ് എത്രയാന്ന് പറഞ്ഞാൽ മതി. ആ ഈക്വലി ഷെയർ ചെയ്യുമ്പോഴുള്ള ചാർജ് 7.5 -9/2. ഓക്കെ, -4.5. യെസ്, അതാണ് കറക്റ്റ് ആൻസർ വരിക. -4.5. കാരണം Q1ന്റെ വാല്യൂ +3, Q2ന്റെ വാല്യൂ വരുന്നത് -12. ഓക്കെ, സോ
Just substitute here, e plus minus 12 divided by 2, that is minus 9 by 2 equal to minus 4.5. Easy ആണ്. ഈ ചാർജ് വെച്ച് നിങ്ങൾ F2 കാൽക്കുലേറ്റ് ചെയ്യും. ഈ ചാർജ് വെച്ച് അപ്പൊ എന്താ വരിക? F2 will be equal to 1 by 4 pi epsilon 0 minus 4.5 into minus 4.5 divided by r square. അവർ പറഞ്ഞിട്ട് സെയിം കോണ്ടാക്റ്റിൽ വന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുപോയത് സെയിം ഡിസ്റ്റൻസിലേക്കാണ്. സോ ആർ വിൽ ബി സെയിം. ഇനി സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. F1 by F2 ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. F1 അറിയാം, F2 അറിയാം. ഇനി ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാം, ആൻസർ പറയാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 by 4 pi epsilon 0യും 1 by 4 pi epsilon 0യും കട്ടായി പോകും. r square ക്യാൻസൽ ആവും. ഈസിയാണ് ചെയ്യാൻ നമുക്ക്. ആ ഒരു ഐഡിയ കിട്ടിയാൽ മതി. സമയത്ത് ഈക്വൽ ആയിട്ട് ചാർജ് ഷെയർ ചെയ്യും. ആ ഒരു ഐഡിയ കിട്ടിയാൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. ആൻസർ. F1 by F2 ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യുന്ന ടേമുകൾ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 3 into 12 36 അല്ലെ? 3 into 12 36 ഡിവൈഡഡ് ബൈ 4.5 into 4.5 എത്ര വരിക? 4.5 into 4.5 2025 മറ്റുമാണ്. അതിനുശേഷം നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് ആൻസറിലേക്ക് എത്തുക. അതായത് നിങ്ങൾക്ക് ഇപ്പോ 36 ഡിവൈഡഡ് ബൈ 20.25 അങ്ങനെയാണ് കിട്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, 36 ഡിവൈഡ് ബൈ 20.25 എന്ന് വരും. അതിനെ ഷോർട്ടൻ ചെയ്ത് ഈ 16/9 നിങ്ങൾ എത്തണം. ഓക്കെ, സ്റ്റെപ്പ് കാണിച്ചു തരാം. ഒരു രീതിയിലായിരിക്കും വരിക. പോയിന്റ് ഉള്ള ടേം ആവുമ്പോൾ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇൻടു 100 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെയ്ത് അതിനെ 1600 ഡിവൈഡഡ് ബൈ 2025 ആ ഒരു മോഡലിൽ എഴുതിയത്. അതിനുശേഷം ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. നമുക്ക് 5 വെച്ച് കട്ട് ചെയ്താൽ മതി. 5 or 25 കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് 16/9 എത്തും. കിട്ടിയോ എല്ലാവർക്കും? ശ്രദ്ധിക്കാട്ടോ, ഇവിടം വരെ നമുക്ക് ബുദ്ധിമുട്ടില്ല. 36/20.5 നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും കിട്ടുക. പക്ഷെ ഓപ്ഷൻ കിടക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 16/9 എത്തണം. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഒരു ചെറിയ തെറ്റ് വന്നാൽ പോലും നമുക്ക് ഈ ആൻസർ കിട്ടില്ല. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. 16/9 തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു 16/9 സിംപിൾ ആയിരിക്കും. 2 പ്രാവശ്യം 25 വിഷ്ണുവിന് മാത്രമാണ് ആൻസർ കിട്ടിയത് 16/9. ബാക്കി ആർക്കും ഒന്നുമില്ല. യെസ്, 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. നെഗറ്റീവ് വരും, ശരിയാണ്. അത് പക്ഷേ ഫോഴ്സിന്റെ റേഷ്യോ, നമ്മൾ റേഷ്യോ പറയുമ്പോൾ ആ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യാറില്ല. നെഗറ്റീവ് എന്ന് വരും, ശരിയാണ് കേട്ടോ. താൻ പറയാം നെഗറ്റീവ് വരും. പിന്നെ അത് റേഷ്യോ ആയതുകൊണ്ടാണ് ആ നെഗറ്റീവ് പറയാത്തത്. ഓക്കെ, so moving to the next question. ഇതിൽ സംശയമില്ലല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഓറലി ചോദിക്കാനുള്ള ഡൗട്ട് ആണെങ്കിൽ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ആൻസർ ബി ആണ് കേട്ടോ. ആൻസർ ബി. 5 coulomb from point A to point B is 8 millijoule
difference of potential A and is. സീരിയസ്ലി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ആ ഒരു കൺവേർഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അതായത് മൈക്രോ കൂളം, അപ്പൊ അതിനെ കൂളമ്പിലേക്ക് ആക്കാൻ എന്ത് ചെയ്യും, ദെൻ മില്ലി ജൂൾസ് അതിനെ ജൂളിലേക്ക് മാറ്റാൻ, ആ ഒരു കൺവേർഷൻസ് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈ വിഷയം. ഏതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? W is equal to QV. കുറച്ച് മുമ്പ് കാണിച്ചിരുന്നു. W is equal to Q into V. Q തന്നിട്ടുണ്ട്, W തന്നിട്ടുണ്ട്. സോ V കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല, ചെയ്തു കേട്ടോ. ആ കൺവേർഷൻ ചെയ്താൽ മതി. W is equal to Q into V. അതിൽ നിന്ന് V ആണ് ചോദ്യം. സോ V will be equal to W by Q. V is equal to W by Q. Okay, ശ്രീരാഗൻ C, ഓപ്ഷൻ C വന്നിട്ടുണ്ട്. നോക്കാം. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ, എല്ലാം ഈ ഒരു 16 ബേസ് ചെയ്തിട്ടാണ്. 160, 16 വോൾട്ട്, 1.6 കിലോ വോൾട്ട്, 16 കിലോ വോൾട്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ ഒരു കൺവേർഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, മൈക്രോ കൂളമ്പിനെ കൂളമ്പിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക? മൈക്രോ കൂളമ്പിനെ കൂളമ്പിലേക്ക് മാറ്റാൻ. അതുപോലെ വർക്കിനെ മില്ലി ജൂളിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. മില്ലി ജൂളിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ we have 10 raised to minus 3, 8 10 raised to minus 3. Q charge micro coulomb ആണ്. So that will be 5 into 10 raised to minus 6 coulomb. ഈ എക്സ്പ്രഷൻ വരിക W by Q, അതായത് 8 into 10 raised to minus 3 divided by 5 into 10 raised to minus 6. 1.6 into 10 raised to 3. 1.6 into 10 raised to 3. 10 raised to 3 എന്ന് വെച്ചാൽ അത് കിലോ അല്ലെ, K ആണ്. 10 raised to 3, 1000 K. So answer will be 1.6 kilowatt. Answer C. Answer C. 1.6 kilowatt. Equation വളരെ ആണ്. കൺവേർഷൻ അറിയുന്നില്ലെങ്കിൽ കഴിഞ്ഞു, നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇക്വേഷൻ അറിഞ്ഞാൽ ആൻസർ എത്താൻ പറ്റില്ല, കാരണം ആ ഓപ്ഷൻസ് നമുക്ക് മുമ്പ് അറിയാം. So moving to the next question. When a charge of 3 coulomb placed in a uniform field, it experiences a force of 3000 Newton with a field. The potential between points separated by a distance of 1 centimeter in this field is. Charge is given 3 coulomb. Force തന്നിട്ടുണ്ട് 1000 Newton. Potential difference ആണ് ക്വസ്റ്റ്യൻ. പിന്നെ തന്നിരിക്കുന്നു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1 സെന്റിമീറ്റർ. ഞാൻ ആദ്യം തന്നെ തന്നിരിക്കുന്ന കാര്യം നോട്ട് ചെയ്യും. എന്ത് തന്നെ
Hello. इसमें से बॉक्स क्या Okay. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. Forces, sorry, equation to calculate forces F is equal to QE, then V is equal to E into D. ഈ രണ്ട് ഇക്വേഷനും വെച്ച് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാം. Involved. Okay. Any answers? Okay. Okay. Force is given as 3000 Newton. Q is equal to 3 Coulomb. Okay. Then distance D equal to 1 centimeter. 1 centimeter is equal to 1 by 100 meter. 1 by 100 meter. E is equal to F by Q. E is equal to F by Q. E is equal to F by Q. Okay. Is cancel. E is equal to E into D. D യുടെ വാല്യൂ by 100 meter. Okay. Moving to the next question. Attend apart is accelerated to a potential difference of 10 raised to 4. The gain in kinetic energy is calculated equation.
Hello, Miss. Hello, Jasmine, Miss. ആർക്കെങ്കിലും ആൻസർ ചെയ്യോ? ഫപാട്ടാണ് പറയുന്നത്. ഫപാട്ടിന്റെ ചാർജ് Ma'am. എത്രയാണ്? മിസ്സിന്റെ വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണ് മിസ്സേ. കുറച്ച് മുമ്പ് വരെ ഇങ്ങനെ ബ്രേക്ക് ആയിട്ടായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം റെസ്പോണ്ട് ചെയ്യാത്തത്. ഓക്കെ മിസ്, ഇപ്പൊ ക്ലിയർ ആണ്. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് കിട്ടിയിരുന്നു കുറച്ച്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6. സിക്സ്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നോ എന്നാണ് മിസ് ചോദിക്കുന്നത്. ഓക്കെ, ദിസ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്കാണ് നമുക്ക് പോകാം. When a charge of 3 coulomb is placed in a uniform force of 3000 Newton. So force is 3000. Okay, force is 3000. Q is 3 coulomb. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഫോഴ്സ് 3000 ആണ്, ചാർജ് വന്നിരിക്കുന്നത് 3 കൂളം. ഇനി ചോദ്യം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് ചെയ്തിരിക്കുന്നത്. എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ, അതുപോലെ വി ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ, വി ഈക്വൽ ടു ഇ ഡി. നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കാം. ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഫോഴ്സ് ഇസ് ഗിവൺ, ക്യു ഓൾസോ ഗിവൺ. അപ്പോൾ ഫോഴ്സ് 3000 ന്യൂട്ടൺ, ക്യു 3 കൂളം. ജസ്റ്റ് അതൊന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡ് വിൽ, ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായി ഫോഴ്സ് ബൈ ചാർജ് ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യു അല്ലെ. ഫോഴ്സ് എന്ന് പറയുന്നത് 3000 ഡിവൈഡഡ് ബൈ ക്യു ഇസ് 3. 3000 by 3, that is 1000. 3000 divided by 3000. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. ദെൻ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സെക്കൻഡ് ഇക്വേഷൻ മീൻസ് ബി ഈക്വൽ ടു ഇ ഡി, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇക്വേഷനിൽ വി ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്ന എക്സ്പ്രഷനിൽ ഇയുടെ വാല്യൂ 1000, ഡി എന്ന് പറയുന്നത് 1/100. സോ അവർ ആൻസർ വിൽ ബി 1000 by 100 അഥവാ 10 വോൾട്ട്. 10 വോൾട്ട് എന്നായിരിക്കും കിട്ടുക, 10 വോൾട്ട്. ഇപ്പൊ മനസ്സിലായോ ഇത്? 10 വോൾട്ട് അഭിജിത്ത്, then an particle accelerated through a potential depth of 25 volt. The gain in kinetic energy is question just എല്ലാ ഓപ്ഷൻസും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് അല്ലെ. 2 into 10 raised to 5 joule, 2 into 10 raised to 5 erg, then 2 into 10 raised to 5 electron volt, 2 into 10 raised to -5 electron volt. ഇത് ഏത് ഇക്വേഷൻ വെച്ചാണ് നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക? ക്വസ്റ്റൻ ഇസ് അബൌട്ട് കൈനറ്റിക് എനർജി. ക്വസ്റ്റൻ ഇസ് അബൌട്ട് കൈനറ്റിക് എനർജി.
ഇന്നെന്താ ക്ലാസ് ആൻസർ കഴിയാത്തോടി? വന്നിട്ടുണ്ടല്ലോ. ആൻസർ ഇസ് 2 into 10⁵ ഇലക്ട്രോൺ വോൾട്ട് ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ. നമ്മൾ ഉപയോഗിക്കുന്ന എനർജി എനർജി എന്ന് വെച്ചാൽ വർക്ക് തന്നെയാണ്. വർക്ക് ഇസ് ഈക്വൽ ടു ക്യു വി. വർക്ക് കാണാനുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്താൽ മതി. എനർജി ഇസ് ഈക്വൽ ടു ക്യു വി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചാർജ് ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ നമുക്കറിയാം, ദാറ്റ് ഇസ് 2 ഇലക്ട്രോൺ വോൾട്ട്സ്. 2 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ് ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ്. സോ 2 into 10⁵ ഇലക്ട്രോൺ വോൾട്ട്സ്. 2 into 10⁵ ഇലക്ട്രോൺ വോൾട്ട്സ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ യൂണിറ്റ് മാത്രം ശരിയാക്കിയാൽ മതി. യൂണിറ്റിന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇലക്ട്രോൺ വോൾട്ട്, that will be the unit. Okay. ആൻസർ സി ആയിരിക്കും. This is the last problem. The total electric flux through a tube when a charge 8q is placed at one corner. Electric flux ആണ് ചോദ്യം. നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to integral E dot ds. Integral E dot ds. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന എക്സ്പ്രഷൻ. അതുപോലെ മറ്റൊരു എക്സ്പ്രഷൻ കൂടി ഉണ്ട്, ഗോസ് ലോ പ്രകാരം, ദാറ്റ് ഇസ് 1/ε0 ടൈംസ് ചാർജ്, അതായത് q/ε0. ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കയ്യിൽ 8q ചാർജ് ആണുള്ളത്. ആ ചാർജ് ഒരു ക്യൂബിന്റെ ഒരു കോർണറിലാണ് നമ്മൾ എത്തിക്കുന്നത്. ക്യൂബിന്റെ ഒരു കോർണർ പോർഷനിലാണ് ഈ 8q ചാർജ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഫൈയുടെ എക്സ്പ്രഷൻസ് രണ്ടും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ചാർജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് എത്രയാണ്? 8q അല്ലെ? അപ്പോ ഫൈയുടെ എക്സ്പ്രഷൻ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ 8q/ε0 എന്നാണ് നമ്മൾ വിചാരിക്കുക അല്ലെ? phi is equal to 8q/ε0. പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് വരുന്നത്, ഈ ചാർജ് ഇരിക്കുന്നത് ഒരു കോർണർ പോർഷനിലാണ് അല്ലെ? ഒരു ക്യൂബിന്റെ ഒരു കോർണർ, ആ ഒരു കോർണറിലാണ് ചാർജിനെ നമ്മൾ വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കെമിസ്ട്രിയിൽ പാക്കിംഗ് ഫ്രാക്ഷൻ പഠിച്ചു ഓർക്കുന്നുണ്ടോ? പാക്കിംഗ് ഫ്രാക്ഷൻ അൽന ജോയ് ഡിവൈഡ് ബൈ 6 ഒരു ആൻസർ വന്നിട്ടുണ്ട്. ചാർജ് ക്യൂബ്സ് ആയിട്ടാണ് ചാർജ് ഷെയർ ചെയ്യുക. 6 ആണോ വരിക? ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പാക്കിംഗ് ഫ്രാക്ഷൻ പഠിക്കുന്ന ആ ഒരു ടൈമിൽ കെമിസ്ട്രിയിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് 8/8. കറക്റ്റ്, by 8 ആണ് വരിക. നമ്മളിങ്ങനെ വിഷ്വലൈസ് ആലോചിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സെയിം പ്ലെയിനിൽ 4 ക്യൂബായിട്ട്, അതുപോലെ തൊട്ട് മുകളിൽ മൊത്തം 8 ക്യൂബ്സ് ആയിട്ടാണ് കോർണറിൽ ഇരിക്കുന്ന ചാർജ്. അതിന്റെ ഷെയറിംഗ് 8 ക്യൂബായിട്ട്. സോ കോൺട്രിബ്യൂഷൻ ടു 1 ക്യൂബ് വിൽ ബി ഈക്വൽ ടു 1/8. മനസ്സിലായോ എല്ലാവർക്കും? വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എത്രയാണോ ഫ്ലക്സിന്റെ വാല്യൂ 8q/ε0 എന്നാണ് കിട്ടുക. ചാർജ് ാണ് ചാർജ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ക്യൂബിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 ഉണ്ടാകുള്ളൂ.
So 1/8 into 8 cube by epsilon 0. 1/8. Okay. അത് റേഷ്യോ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയം വന്നിട്ടായിരുന്നോ? ഇതായിരുന്നു നമ്മൾ സംസാരിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 5 കിട്ടുന്നത് വരെ നമ്മൾ പറഞ്ഞു അല്ലേ? 5യുടെ വാല്യൂ Q/ε 0 ആണ്. ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് 8Q ആണ്. സോ 5 വിൽ ബി ഈക്വൽ ടു 8Q/ε 0. 8Q/ε 0. സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മുടെ ആൻസർ Q/ε 0 എന്ന് മാത്രമായിരിക്കും. ആ 1/8 എന്നുള്ള ഒരു ലോജിക് നിങ്ങൾക്ക് മനസ്സിലായാൽ then it's easy. സോ ഇന്നത്തെ പോർഷൻസിൽ എവിടെയെങ്കിലും സംശയമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻസ് എന്നാണ് ആകെ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് സംശയമെങ്കിൽ ചോദിക്കാം. ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, കുഴപ്പമില്ല. ഇപ്പൊ സൗണ്ട് ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആണോ ചാർജിന്റെ കേസ്? ഓക്കെ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 8Q ചാർജിനെ ഒരു ക്യൂബിന്റെ കോർണറിൽ വെച്ചിരിക്കുന്നു. ക്യൂബിന്റെ കോർണറിലാണ് 8Q ചാർജിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കാരണമുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതിനാണ് ചോദ്യം. ഇലക്ട്രിക് ഫ്ലക്സ് കാണണം, അതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ആദ്യം തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എഴുതി. ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ്. 2 ഇക്വേഷൻസ് ഉണ്ട്. phi ഈക്വൽ ടു ഇന്റഗ്രൽ E ഡോട്ട് ds, അതുപോലെ phi ഈക്വൽ ടു Q/ε 0. 2 ഇക്വേഷൻസ് ആണ് പറയുന്നത്. അപ്പൊ അതില് സെക്കൻഡ് ഇക്വേഷൻ നോക്കൂ. സെക്കൻഡ് ഇക്വേഷൻ സിമ്പിൾ ആണ്. Q/ε 0, അതായത് നമ്മുടെ കയ്യിലുള്ള ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഹിയർ ദ ചാർജ്, ഇവിടെ എത്ര ചാർജ് ഉണ്ട്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു we have Q അവിടെ ആണ് എഴുതേണ്ടത്. സോ 8Q വരും. ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുള്ളതാണ്. ഒരു ട്വിസ്റ്റ് വരുന്നത്, കോർണറിലാണ് ചാർജ് ഇരിക്കുന്നത്. കോർണറിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ക്യൂബിലേക്കുള്ള അതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 1/8 ടൈംസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 1/8 ടൈംസ് മാത്രമാണ് ആ കോർണറിൽ ഇരിക്കുന്ന ചാർജിന്റെ കോൺട്രിബ്യൂഷൻ വരുള്ളൂ, കോർണർ പോർഷൻ ആയതുകൊണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിലാണ് പഠിച്ചത് ഒരു കോൺട്രിബ്യൂഷന്റെ കേസ്, പാക്കിംഗ് ഫ്രാക്ഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത്. FCP ലാറ്റിസ്, CCP ലാറ്റിസ് ഒക്കെ പഠിക്കുന്ന ആ ഒരു സമയത്താണ് നിങ്ങൾ പാക്കിംഗ് ഫ്രാക്ഷൻ, അവിടെയാണ് ഈ ഒരു കോൺട്രിബ്യൂഷന്റെ കേസ് പറയണേ. വിഷ്വലൈസ് ചെയ്യാൻ ഈ ഒരു കേസിൽ ഈ റെഡ് കളർ കാണിച്ചിരിക്കുന്ന സ്ഥലത്താണ് ചാർജ് വെച്ചിരിക്കുന്നത്. അതിന്റെ ഇവിടെ തൊട്ട് സൈഡിൽ വേറൊരു ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കൂ. ഇവിടെ ആയിട്ട് ഒരു ക്യൂബ് വരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ സൈഡിൽ ഒരു ക്യൂബ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോർണറിലാണ് ചാർജ് ഇരിക്കുന്നത്. അപ്പൊ ചാർജിന്റെ ഒരു ഭാഗം ഷെയറിങ് എവിടേക്ക് പോകും?
ഈ തൊട്ട് സൈഡിലുള്ള കോർണർ തൊട്ടടിയിരിക്കുന്ന ക്യൂബിലേക്കായിരിക്കും കുറച്ച് കോൺട്രിബ്യൂഷൻ വരിക. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട് പൊസിഷനിൽ വേറൊരു ക്യൂബ് ഇരിക്കുന്നു. അങ്ങനെ താഴെ തന്നെ നമുക്ക് 4 ക്യൂബിനെ വെച്ചൂടെ? മനസ്സിലായോ? ഡയമെൻഷനിൽ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട കാര്യമാണ്. എനിക്കിത് വരച്ച് ശരിയാവും തോന്നുന്നില്ല. ഒരു കോർണറിൽ ഒരു സ്ഫിയർ പോലെ ആലോചിച്ചാൽ മതി. ഒരു കോർണർ സ്ഥലത്ത് സ്ഫിയർ ഇരിക്കുകയാണെങ്കിൽ ആ സ്ഫിയറിന്റെ ഒരു 1/8 ഭാഗം മാത്രമാണ് ആ ക്യൂബിന്റെ ഉള്ളിലേക്ക് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഭാഗം പുറത്തായിരിക്കും, ക്യൂബിന്റെ പുറത്തായിരിക്കും വരിക. ക്യൂബിന്റെ ഉള്ളിലേക്ക് ആ സ്ഫിയറിന്റെ ജസ്റ്റ് 1/8 പോർഷൻ മാത്രമേ ആ ക്യൂബിന്റെ ഉള്ളിലേക്ക് ഉണ്ടാവുള്ളൂ. കോർണറിലിരിക്കും മാത്രം. ഇപ്പൊ ഒരു ഫേസിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്, ഒരു സൈഡിലാണ് നമ്മൾ സ്ഫിയർ വെക്കുന്നതെങ്കിൽ സ്ഫിയറിന്റെ എക്സാക്ട്ലി ഹാഫ് ഭാഗമായിരിക്കും ക്യൂബിന്റെ ഉള്ളിലേക്ക്, ബാക്കി ഹാഫ് ഭാഗം ക്യൂബിന്റെ പുറത്തേക്കായിരിക്കും ഫേസിലിരിക്കുമ്പോൾ. അതായത് ആ സൈഡിൽ വരുന്ന സർഫസ് ഇല്ലേ, ക്യൂബിന് 6 സർഫസുകളല്ലേ ഉള്ളൂ, 6 സൈഡുകൾ. അതിലൊരു സൈഡിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ വരെ ഹാഫ് ആയിരിക്കും. സോ ആദിത്യ, ആ ഒരു ഐഡിയ തനിക്ക് മനസ്സിലായോ? കോർണറിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പൊ ആക്ച്വലി എന്റെ കയ്യില് ക്യൂബ് ഒന്നും ഇല്ല, നമുക്കിപ്പോ കാണിച്ചു തരാണെങ്കിൽ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഈ ഒരു 1/8 എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് ഇനി ഒരു ഫിസിക്സ് ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് ഞാനത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ക്യൂബ് കൊണ്ടുവരാം. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ആദിത്യ?